സർ, കഴിഞ്ഞ ദിവസം ഡൽഹിയിലിരുന്നു കൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു, തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരത്തിൽ സുരേഷ് ഗോപി വന്നത് സുരേഷ് ഗോപിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ആശാ വർക്കർമാർ കേരളത്തിൻ്റെതാണോ കേന്ദ്രത്തിൻ്റെതാണോ? സുരേഷ് ഗോപിയെ ഭയമുള്ളതുകൊണ്ടായിരിക്കും ബ്രിട്ടാസ് അങ്ങനെ പറഞ്ഞത്. ഇനി ആശാ വർക്കേഴ്സ് കേരളത്തിൻ്റെതാണോ കേന്ദ്രത്തിൻ്റെതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേരളത്തിൻ്റേതുമാണ് കേന്ദ്രത്തിൻ്റേതുമാണ്. പക്ഷേ കേരള ഗവൺമെൻറ്റിന് ഇവരെ കേരളത്തിൻ്റേത് മാത്രമാക്കി മാറ്റാൻ പറ്റുന്ന നിയമവ്യവസ്ഥ ഇവിടെ നിലവിലുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഭാഗത്ത് ആണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ ഭരണഘടന ഫെഡറൽ ആണെന്നൊക്കെ പറയുമല്ലോ, പക്ഷേ ഭരണഘടനയിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഫെഡറൽ ആണെന്നൊരു വിശ്വാസമുണ്ട്, ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഭാഗത്തുള്ള 246-ാം അനുച്ഛേദം അനുസരിച്ച് അവിടെ ഒരു ഷെഡ്യൂൾ 7 ഉണ്ട്, 7ാമത്തെ പട്ടിക. ഈ പട്ടികയിലാണ് കേന്ദ്രം എന്തെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. അതിന് സെൻട്രൽ ലിസ്റ്റ് എന്ന് പറയും. സംസ്ഥാനത്തിന് ഏതെല്ലാം മേഖലകളിലാണ് പൂർണ്ണ അവകാശമുള്ള നിയമം നിർമ്മിക്കാൻ, അതിന് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയും. ഇനി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാൻ പറ്റിയ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിന് കൺകറൻറ്റ് ലിസ്റ്റ്. കേന്ദ്രത്തിന് നിർമ്മിക്കാം, സംസ്ഥാനം നിർമ്മിക്കാം. ഈ ലേബർ, തൊഴിൽ എന്ന് പറയുന്നതും ആരോഗ്യം എന്ന് പറയുന്നതും വിദ്യാഭ്യാസം എന്ന് പറയുന്നതും സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നതും ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിയമം നിർമ്മിക്കാം, സെൻട്രൽ ഗവൺമെൻറ് നിയമം നിർമ്മിക്കുക. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്റ്റേറ്റിനെ പ്രവേശിച്ച് ആ പോരായ്മകൾ പരിഹരിച്ച് അത് സ്റ്റേറ്റിന് ചെയ്യാൻ നിയമം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഇതില്ല എന്ന് പറയുന്ന തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ അനുസരിച്ച് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം വോളണ്ടിയേഴ്സാണ്. വോളണ്ടിയേഴ്സാണ്. അതായത് ആരോഗ്യ മേഖലയും സമൂഹവും തമ്മിലുള്ള ഒരു കണ്ണിയായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻനിർത്തിയുള്ള പദ്ധതികൾ അവരുടെ ഇടയിലേക്ക് എത്തിക്കുകയും ജനങ്ങൾക്കിടയിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഗവൺമെൻറ്റിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇടനിലക്കാരാണ് ഇവർ ചെയ്യുന്നത്. അവർക്ക് കോമ്പൻസേഷനുണ്ട്, ഇൻസെൻറ്റീവ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് കേരള ഗവൺമെൻറ്റിന് യാതൊരു നിയമ പ്രതിസന്ധികളുമില്ല. കാരണം ഇത് അനുച്ഛേദം 246 അനുസരിച്ച് 7ാം പട്ടികയിൽപ്പെട്ട കേന്ദ്രവും സംസ്ഥാനവും കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പിൽപ്പെട്ട ഒരു സബ്ജക്റ്റാണ് തൊഴിൽ തർക്കങ്ങൾ, തൊഴിലാളി ക്ഷേമം. അപ്പോൾ തൊഴിലാളി ക്ഷേമം മുൻനിർത്തി അവരെ സ്ഥിരപ്പെടുത്തി എല്ലാ ബെനിഫിറ്റുകളും കൊടുക്കുകയുള്ളൂ. കേന്ദ്രത്തിൻ്റെ മേൽ സമരം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് സാർ ഇവർ തൊഴിലാളികളാക്കാതെ ഇങ്ങനെ ഭരണസിര കേന്ദ്രത്തിൻ്റെ മുന്നിലിട്ട് അവരെ ഇങ്ങനെ അവഹേളിക്കുക, അപമാനിക്കുകയും ചെയ്യുകയല്ലേ സംസ്ഥാനം? തൊഴിലാളികളാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് പറയണം. ഇപ്പോൾ ഇതിന് സമാനമായിട്ട് അംഗൻവാടി വർക്കേഴ്സും അംഗൻവാടി ഹെൽപ്പേഴ്സും ഉണ്ട്. ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം അനുസരിച്ചുള്ള അംഗൻവാടി വർക്കേഴ്സും അംഗൻവാടി ഹെൽപ്പേഴ്സും ഉണ്ട്. അത് അമ്മമാരുടെയും ഗർഭിണികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്. അവരെയും തൊഴിലാളികളായിട്ടല്ല കണ്ടിരിക്കുന്നത്. അവർക്ക് ഓണറേറിയം ബേസ്ഡാണ് കൊടുക്കുന്നത്. ഇനി മൂന്നാമത്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അവരെ എന്താണ് പറയുന്നത്, ഡെയിലി ജോലിക്ക് പോകുന്ന ആളുകൾ എന്ത് പറയും, തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട സ്ത്രീകളുണ്ട്. ഇതൊക്കെ ഇവർക്കെല്ലാം പ്രോവിഡൻറ്റ് ഫണ്ടും ESIയും കൊടുത്ത് ഗ്രാറ്റുവിറ്റിയും കൊടുത്ത് പെൻഷനും കൊടുക്കാൻ ഒരു രാഷ്ട്രത്തിനാവില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. നമ്മൾ അങ്ങനെ ആ രീതിയിൽ പറയുന്നത് ബാലിശമാണ്. എന്നാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ, അല്ലെങ്കിൽ ഈ സമരം ചെയ്യുന്നവരെ, അങ്ങ് പറഞ്ഞതുപോലെ സമരം ചെയ്യുന്നവരെ പാട്ടപെറുക്കികൾ, കൃമികൾ, കീടങ്ങൾ, അവരുടെ പരാതികൾ കേൾക്കാൻ ചെയ്യുന്ന കേന്ദ്രമന്ത്രിക്ക് തൊഴിലില്ലാതെ തേരാപ്പാര നടക്കുക, ഇത്തരം സമീപനങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ഈ സംഘടിത തൊഴിൽ ബോധത്തിനോടും തൊഴിലവകാശങ്ങളോടും കാണിക്കുന്ന അവഹേളനമാണ്. 2014 ഈ നിയമസഭയിൽ CITU ലീഡറായിരിക്കുന്ന ഇളമരം കരീം ഈ ആശാ വർക്കേഴ്സിൻ്റെ വേതനം 10,000 രൂപയാക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചത് നിയമസഭാ രേഖകളിലുണ്ട്. അന്ന് കേന്ദ്രത്തിനോടല്ല ആവശ്യപ്പെട്ടത്. ഇനിയും കേന്ദ്ര ഗവൺമെൻറ് അവർക്ക് ധാരാളം സൗകര്യങ്ങൾ. 2018 ആശാ വർക്കേഴ്സിന് പ്രധാനമന്ത്രിയുടെ ഭീമാ യോജന പദ്ധതി പ്രകാരം ജോലിക്കിടയിൽ മരണമോ പെർമനൻറ്റ് ഡിസബിലിറ്റിയോ സംഭവിച്ചാൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടുന്നതിന് ഓരോ ആശാ വർക്കർക്കും 330 രൂപ വീതം കേന്ദ്ര ഗവൺമെൻറ് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇനിയും ഇന്നലെ ഒരു ചർച്ചയിൽ കണ്ടത് ഈ പദ്ധതിയെ കേരളത്തിലെ ആശാ വർക്കേഴ്സിനെ UPയിലെ ആശാ വർക്കേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഈ താരതമ്യം ചെയ്യുമ്പോൾ 2-3 മേഖലകളിൽ താരതമ്യം ആവശ്യമാണ്. ഒന്ന്, UPയുടെ ജനസംഖ്യ 25 കോടിയിൽ മേളിൽ വരും. അതായത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 17%. കേരളത്തിൽ ഏകദേശം 3.4 കോടിയാണ് ജനസംഖ്യ. ഇവിടെ 30,000 ആശാ വർക്കേഴ്സാണുള്ളത്. UPയിൽ 1,70,000 അടുത്ത് ആശാ വർക്കേഴ്സുണ്ട്.
മനസ്സിലായില്ലേ? അപ്പോൾ അവിടുത്തെ ജനസംഖ്യയുടെ പോകുന്നത്. അപ്പോൾ ഈ താരതമ്യങ്ങളുടെയൊക്കെ അർത്ഥശൂന്യത ഇവിടുത്തെ സായാഹ്ന ചർച്ചയിലൊക്കെ പറയുന്ന യു പിയിൽ ആശാ വർക്കർ ഇതല്ല, ഇവിടുത്തെ ആശാ വർക്കർ ഇതല്ലേ എന്ന് പറഞ്ഞൊക്കെയുള്ള ചർച്ചകൾ നടക്കും. ഇനി യു പിയിലെ ഒരു കമ്പാരിസൺ അവർ നടത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു കമ്പാരിസൺ ഉണ്ട്. ഈ 25 കോടി ജനങ്ങളുള്ള യു പിയിലെ എത്ര പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുണ്ടെന്ന് അറിയാവോ? 8 പേര്. PSC മെമ്പർമാർ. ഇവിടുത്തെ പബ്ലിക് സർവീസ്, അവിടെ യു പി പബ്ലിക് സർവീസ് കമ്മീഷൻ 8 അംഗങ്ങളാണുള്ളത് ഈ 25 കോടി ജനങ്ങളുള്ള സ്ഥലത്ത്. അവരുടെ ശമ്പളം കേന്ദ്ര ഗവൺമെൻറ് ഓഫീസേഴ്സിന് നിശ്ചയിച്ചിരിക്കുന്ന ശമ്പളമാണ് അവർ കൊടുക്കുന്നത്. ഈ കേരളത്തിൽ ഈ 3.4 കോടി ജനങ്ങളുള്ള ഒരു അപ്പോയിൻമെൻറ്റ് നടക്കാത്ത ഈ കേരളത്തിലെ 21 പബ്ലിക് സർവീസ് കമ്മീഷൻ മെമ്പർമാരുണ്ട്. 20 അംഗങ്ങളും ഒരു ചെയർമാനും. ചെയർമാൻ്റെ മാസ ശമ്പളം 3.5 ലക്ഷം രൂപ, അംഗങ്ങളുടെ ശമ്പളം 3.25 ലക്ഷം രൂപ വീതം. ഈ ശമ്പളം വർദ്ധിപ്പിക്കുമ്പം ഇത് ആശാ വർക്കേഴ്സ് അറിയേണ്ടത്. ആശാ വർക്കർക്ക് അറിയാമോ ഇത്? അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നില്ല, യാതൊരു വിധ പരാതികളുമില്ല. ഈ 21 PSC മെമ്പേഴ്സിൻ്റെ ആവശ്യം എന്താണ്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് 140 കോടി ജനങ്ങളുള്ള രാജ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ മുതൽ നടത്തുന്ന UPSC ഉണ്ട്. അവിടെ 11 അംഗങ്ങളേ ഉള്ളൂ. 10 അംഗങ്ങളും ഒരു ചെയർമാനും. ശമ്പളം ചെയർമാന് 2.5 ലക്ഷം രൂപ, അംഗത്തിന് 2.25 ലക്ഷം രൂപ. കേരളത്തിലെ ചെയർമാന് 3.5 ലക്ഷം രൂപ, അംഗത്തിന് 3.25 ലക്ഷം രൂപ. ഈ കമ്പാരിസൺ എന്താണ് ഇവിടുത്തെ ചർച്ചകളിലും പോയി മാധ്യമങ്ങളിലും ഒന്നും വരാത്തത്? അതൊക്കെ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? ഇത് പബ്ലിക് ഡൊമൈനിലേക്ക് വരണം ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ താരതമ്യം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ, ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയുന്നുണ്ടല്ലോ പറഞ്ഞു, ഇത്തരം താരതമ്യങ്ങളുടെ മറച്ചു വെക്കുന്ന ഫാക്ട്സ്, ഹിഡൻ ഫാക്ട്സ്, ഒളിച്ചു വെക്കുന്ന സത്യങ്ങൾ ഇത് പൊതുമധ്യത്തിൽ വരണം. ഈ കേരള ഗവൺമെൻറ്റിൽ അതുപോലെ ഈ കേരളത്തിൽ നടക്കുന്ന മറ്റൊരു വലിയ ഒരു അനീതിയാണ്. ഇവിടെ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രി വേണ്ട, ക്യാബിനറ്റ് റാങ്കുള്ള ആൾ, ഞാൻ പറയാം ചീഫ് വിപ്പിനൊക്കെ ക്യാബിനറ്റ് റാങ്കുണ്ട്, 25 സ്റ്റാഫിനെ വയ്ക്കാം. 25 സ്റ്റാഫിനെ വയ്ക്കാം. ഈ 25 സ്റ്റാഫിന് 2 വർഷവും 6 മാസവും കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കിട്ടുകയാണ്. ഒരു സർക്കാർ ജീവനക്കാരന് ആജീവനാന്ത പെൻഷൻ കിട്ടണം 25 മുതൽ 30 വർഷം വരെ ഈ ബ്രേക്ക് ഇല്ലാതെ സർവീസിന്. ഇടയ്ക്ക് വല്ല ഹർത്താലിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ ഡയസ്നോൺ വന്ന് ബ്രേക്ക് വരുമെന്നാണ് പറയുന്നത്. ഇവിടെ 2 വർഷം 6 മാസം കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്യാബിനറ്റ് റാങ്കുകാരനും ഈ 5 വർഷത്തെ ടെന്നൂറിൽ 50 സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യും. ഒരു 25 സെറ്റ് ആളുകൾക്ക് 2 വർഷം 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പകുതി സമയമായി. ഉടനെ തന്നെ അടുത്ത 25 സെറ്റിനെ പോസ്റ്റ് ചെയ്യും. അവിടെ 1 ലക്ഷം മുതൽ 30,000 വരെ ശമ്പളമുള്ള പോസ്റ്റുകളാണുള്ളത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിക്ക് 15 സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യാൻ അധികാരമുള്ളൂ. അതിൽ പലരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസിലുള്ള ഒരു ഡെപ്യൂട്ടേഷനായിരിക്കും. വ്യക്തിപരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നവരാവില്ല. ഇവിടെ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. ഇവിടുത്തെ ക്യാബിനറ്റ് റാങ്കുള്ള ആളുകൾക്ക്, മന്ത്രിമാർക്ക് ഉള്ള ഡെസിഗ്നേഷൻ, അവർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡെസിഗ്നേഷനകത്ത് ഒരു ഡെസിഗ്നേഷൻ ഉണ്ട്: ക്ലർക്ക് ആൻഡ് അസിസ്റ്റൻറ്റ് വിത്ത് ഗ്രാജുവേഷൻ, ക്ലർക്ക് ആൻഡ് അസിസ്റ്റൻറ്റ് വിത്തൗട്ട് ഗ്രാജുവേഷൻ. അതായത് ഡിഗ്രി പാസ്സായ ക്ലർക്ക്, ഡിഗ്രി പാസ്സാകാത്ത ക്ലർക്ക്. ഇതൊക്കെ എത്ര ഈ പൊതുജനത്തിന് അറിയാവുന്ന കാര്യമാണോ ഇതൊക്കെ? ഇവിടെ വന്ന് ഈ വലിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നവർ ഇതൊക്കെ സാധാരണക്കാരോട് പറയാറുണ്ടോ? അവിടെ തന്നെ ഞാൻ വേറൊരു പറയാം. നമ്മുടെ ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ടീച്ചറിൻ്റെ കുക്കായിട്ട് പോസ്റ്റ് ചെയ്ത ആരെയാണ്? മകൻ്റെ ഭാര്യയെ, ഗവൺമെൻറ് ശമ്പളത്തിൽ. പിന്നീട് ആ മരുമകളെ PA ആയിട്ടോ മറ്റോ പ്രൊമോട്ട് ചെയ്തു. ആ പ്രൊമോഷൻ കൊടുത്ത പോസ്റ്റ് ആര് വെക്കറ്റ് ചെയ്തപ്പോഴാണെന്നറിയാം പോസ്റ്റ് കിട്ടിയത്? ശ്രീമതി ടീച്ചറിൻ്റെ കസിനായ സഖാവ് EP ജയരാജൻ്റെ മകൻ രാജിവെച്ചപ്പോഴാണ് മരുമകൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ കഴിഞ്ഞത്. ഇത് കഴിഞ്ഞ 1ാം പിണറായി മന്ത്രിസഭയിൽ നടന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോസ്റ്റിങ്ങും ശമ്പള വർധനവും ഒക്കെ നടക്കുന്ന സമയത്താണ് ഈ ആശാ വർക്കേഴ്സിനെ പാട്ട് പെറുക്കിയെന്നും ക്രിമികളെന്നും അതിലേക്ക് ഞാൻ വരാം. അപ്പം ഈ KV തോമസ് സാറിന്, അദ്ദേഹത്തിന് 79-80 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിന് 3 പെൻഷൻ. ഇത് ഞാനീ പറയുന്ന കാര്യം ഞാൻ പറയുന്നതല്ല, ഏറ്റവും തലമുതിർന്ന സഖാവായ G. സുധാകരൻ സഖാവ് പറയുന്നതാണ്. അദ്ദേഹത്തിന് 3 പെൻഷനാണ് കിട്ടുന്നത്. കോളേജ് അധ്യാപകനായിരുന്ന പെൻഷൻ, അദ്ദേഹം തേവര കോളേജിൽ കെമിസ്ട്രി അധ്യാപകനായിരുന്നു, അതിൻ്റെ പെൻഷൻ. രണ്ടാമത് കേരളത്തിൽ MLA മന്ത്രിയുമായിരുന്നു, അതിൻ്റെ പെൻഷൻ. കേന്ദ്രത്തിൽ ദീർഘകാലം MPയും മന്ത്രിയുമായിരുന്നു, അതിൻ്റെ പെൻഷൻ. ഈ 3 പെൻഷനുകൾ സർക്കാരിൽ നിന്ന് വാങ്ങുന്ന KV തോമസ് എന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനെ കേരള ഗവൺമെൻറ് പ്രതിനിധിയായിട്ട് ഡൽഹിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് 79-ാം വയസ്സിൽ. അദ്ദേഹത്തിൻ്റെ കേരള ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന ശമ്പളം 12 ലക്ഷമാണെന്ന് പറയുന്നത്. G. സുധാകരൻ സഖാവിൻ്റെ ആരോപണപ്രകാരം KV തോമസിൻ്റെ മാസ വരുമാനം 30 ലക്ഷം രൂപയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ 79 വയസ്സുള്ള ഒരാളിന് 30 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഭരണകൂടത്തിന് ഈ ആശാ വർക്കേഴ്സിന് ശമ്പളം കൂട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ആശാ വർക്കർമാരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും.